സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ കരുത്തനായ നേതാവായിരുന്ന അന്തരിച്ച MP വീരേന്ദ്രകുമാർ എന്ന് NCP സംസ്ഥാന ജനറൽ സെക്രട്ടറി മാത്യൂസ് ജോർജ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി നിലകൊണ്ടതിന്റെ ഫലമാണ് അദ്ദേഹത്തിന്റെ പാർട്ടി ഇപ്പോഴും CPIM-നോടൊപ്പം നിലനിൽക്കുന്നതെന്നും അനുസ്മരണത്തിൽ മാത്യൂസ് ജോർജ് പറഞ്ഞു. ആശയങ്ങളെ അഗ്നിജ്വാലയായി പ്രകാശിപ്പിക്കുകയും ഒപ്പം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് കരുത്താർജിക്കുകയും ചെയ്ത വ്യക്തിപ്രഭാവമാണ് അന്തരിച്ച MP വീരേന്ദ്രകുമാർ. അദ്ദേഹത്തിൻ്റെ 6ാമത് ചരമവാർഷികമാണ് കടന്നു പോകുന്നത്. അദ്ദേഹത്തോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിൽ ഒരുമിച്ച് സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത NCPS സംസ്ഥാന ജനറൽ സെക്രട്ടറി മാത്യൂസ് ജോർജാണ് നമ്മളോടൊപ്പം ചേരുന്നത്. കഴിഞ്ഞ 6 വർഷമായി വീരേന്ദ്രകുമാർ ഇല്ലാത്ത ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തെയും കേരളത്തെയും കുറിച്ച് ഓർക്കുന്നു. കേരള രാഷ്ട്രീയത്തില് വീരേന്ദ്രകുമാറിന്റെ അഭാവം എന്ന് പറയുന്നത് ഇതുവരെ നികത്തപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയുന്നത്. അദ്ദേഹം കേവലം ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമായിരുന്നില്ല. ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ, അതിൻ്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ്, മുൻ മന്ത്രി, MLA, പാർലമെന്റ് അംഗം, അങ്ങനെ നിരവധി മേഖലകളിൽ അദ്ദേഹം തന്റെ വ്യക്തിത്വം സ്ഥാപിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ ഇടയിൽ ഏറ്റവും വ്യത്യസ്തനായി നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഔന്നത്യം കൊണ്ടായിരുന്നു. അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിലുപരി ഒരു മികച്ച വാഗ്മിയായിരുന്നു, ഒരു പണ്ഡിതനായിരുന്നു, ഒരു ഗ്രന്ഥകർത്താവായിരുന്നു, മികച്ച സംഘാടകനായിരുന്നു, മികച്ച മനുഷ്യ അവകാശ പോരാളിയായിരുന്നു. അങ്ങനെ ഏത് മേഖലകളിൽ നമ്മൾ നോക്കിയാലും ശ്രീ വീരേന്ദ്രകുമാറിന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് പകരം വെക്കുവാനില്ലാത്ത ഒരു വ്യക്തിത്വമായിരുന്നു. അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ നമ്മൾ അദ്ദേഹത്തിന്റെ സംഭാവനകളെ സ്മരിക്കുമ്പോൾ എന്നും അദ്ദേഹം ഒരു അടിയുറച്ച സോഷ്യലിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുകയും അതിനുവേണ്ടിയാണ് അദ്ദേഹം തന്റെ രാഷ്ട്രീയമായ സ്വാധീനങ്ങൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. മറ്റൊരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സോഷ്യലിസ്റ്റ് ആശയങ്ങളും അതുപോലെ തന്നെ മനുഷ്യ അവകാശങ്ങൾ നിലനിർത്തുവാനുള്ള അദ്ദേഹത്തിന്റെ അഭിവാഞ്ചയും ഒക്കെയാണ് അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരാവസ്ഥക്കെതിരെ ഒരു മികച്ച പോരാളിയാകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. അദ്ദേഹം എന്നെന്നും ഇടതുപക്ഷ മാനസിക ആഭിമുഖ്യമുള്ള ആളായിരുന്നു. സോഷ്യലിസ്റ്റ് ആശയങ്ങളാണ് അദ്ദേഹം മുറുകെ പിടിച്ചത്. ചില രാഷ്ട്രീയമായ സാഹചര്യങ്ങൾ നിർബന്ധിച്ചപ്പോൾ അദ്ദേഹത്തിന് UDF-ൽ പോകാൻ കഴിഞ്ഞു. എങ്കിൽ പോലും അദ്ദേഹം ഒരു കാലത്ത് പോലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുമ്പോഴും മാനസികമായി അദ്ദേഹം സംതൃപ്തനായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്നെന്നും ഇടതുപക്ഷത്തോടൊപ്പം അണിചേരുവാനുള്ള അഭിവാഞ്ചയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അതാണ് പിന്നീട് അദ്ദേഹത്തിന്റെ മകൻ ഇപ്പൊ ശ്രേയംസ് കുമാർ പോലും ഇപ്പൊ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടാണ് നിലകൊള്ളുന്നത്. അടിയന്തരാവസ്ഥക്കെതിരെയും മനുഷ്യാവകാശ സംഭവങ്ങൾക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ പോരാട്ടം കേരളത്തിന്റെ ചരിത്രത്തിലെ സ്ഥാനം പിടിച്ചിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, കേരളത്തിലെ പ്ലാച്ചിമടയില് ജലചൂഷണത്തിനെതിരെ അവിടുത്തെ ആദിവാസികളും അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളും സമരരംഗത്തിറങ്ങിയപ്പോൾ ആ സമരത്തിൽ മുന്നണി നേതൃത്വം നൽകുവാൻ ശ്രീ വീരേന്ദ്രകുമാർ ഉണ്ടായിരുന്നു. അതിൽ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ പ്രകൃതി ചൂഷണത്തിനൊക്കെ എതിരെ പോരാടുന്ന ധാരാളം ലോകപ്രശസ്തരായിട്ടുള്ള ആളുകളെ, മേധാ പട്കർ ഉൾപ്പെടെയൊക്കെയുള്ള ആളുകളെ അവിടെ എത്തിക്കുവാന് ശ്രീ വീരേന്ദ്രകുമാർ മുൻകൈ എടുത്തിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതൊക്കെ ഈ മനുഷ്യാവകാശ പോരാട്ടങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ ഒരു ആഭിമുഖ്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഷ്ട്രീയത്തിനപ്പുറത്ത് നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ മലനിരകളും പുഴകളും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അതിനകത്ത് നോവലും ലേഖനങ്ങളും ഒക്കെ ഓർമ്മ വരുമല്ലോ. വരും തീർച്ചയായിട്ടും. അദ്ദേഹത്തിന്റെ ധാരാളം രചനകൾ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റത്തില്ല. അദ്ദേഹം രചിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നതൊക്കെ എപ്പോഴും അല്ലെങ്കിൽ നോവലോ സാഹിത്യമോ കവിതകളോ ഒന്നും ആയിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ മുഴുവൻ താത്വികമായ അടിത്തറയിൽ ഊന്നി നിന്നിട്ടുള്ള ഗ്രന്ഥങ്ങളായിരുന്നു. അദ്ദേഹം രചിച്ചിട്ടുള്ള മുഴുവൻ പ്രശ്നങ്ങളും അങ്ങനെയായിരുന്നു. അദ്ദേഹത്തിന്റെ ലേഖനങ്ങളുടെ സമാഹാരങ്ങളാണ് പല ഗ്രന്ഥങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ആദ്യ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് രാമന്റെ ദുഃഖം എന്ന് പറയുന്നത് ഇന്ത്യൻ ജനതയുടെ ആത്മാവ് അനുഭവിക്കുന്ന വേദനകൾ. അല്ലെ, ഇന്ന് കാണുന്ന BJP-കാരുടെ രാമനല്ല. അല്ലല്ല, ആ രാമനല്ല. യഥാർത്ഥ ശ്രീരാമൻ ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥ, പ്രത്യേകിച്ച് സാമ്രാജ്യത്വത്തിന്റെയും അതുപോലെ തന്നെ കുത്തകകളുടെയും വർഗീയ ശക്തികളുടെയും ഒക്കെ കടന്നുകയറ്റത്തിൽ വേദനിക്കുന്ന രാമന്റെ യഥാർത്ഥ മുഖമാണ് അദ്ദേഹം അതിലൂടെ വരച്ചു കാട്ടുന്നത്. അദ്ദേഹത്തിന്റെ മുഴുവൻ പുസ്തകങ്ങളിലും അദ്ദേഹത്തിന്റെ ചെറിയ ലേഖനം, ഒരു ചെറിയ പ്രസംഗം നമ്മൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധിച്ചാൽ പോലും ആ ദാർശനിക മുഖം നമുക്ക് കാണാമായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള വ്യത്യസ്തനായ ഒരു വ്യക്തിയായിരുന്നു വീരേന്ദ്രകുമാർ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ അതുകൊണ്ടാണ് വീരേന്ദ്രകുമാറിന് പകരം വെക്കുവാൻ വീരേന്ദ്രകുമാർ മാത്രമേ ഉള്ളൂ. ഇത് ഇനി 8 വർഷമായാലും 10 വർഷമായാലും 15 വർഷമായാലും അദ്ദേഹത്തിനൊരു പകരക്കാരൻ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കൊപ്പം പ്രസാദ് MJ, പത്തനംതിട്ട.